ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കിട്ടുമെന്ന് ആരെങ്ങാണ്ട് പറയുന്നത് കേട്ട് ചെന്ന് ചാടി അത് കാരണം ശരിക്കും മാർക്കറ്റ് ഇടിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ സ്റ്റോക്ക് ഇടിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നെഗറ്റീവായ ഒരു സിറ്റുവേഷനിലാണോ നിങ്ങളിരിക്കുന്നത്? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി ഷെയർസിൽ വേണ്ട എന്നുള്ള ഒരു പേടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്കൊരു സൊല്യൂഷനുണ്ട്. ഡയറക്റ്റായിട്ട് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ 4-5 സ്റ്റോക്കിലായിരിക്കും വീതിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് നല്ല കയറ്റത്തിലോട്ട് ആണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ റിട്ടേൺസ് പോസിറ്റീവ് പോലും ആവണമെന്നില്ല. മറിച്ച് നിങ്ങൾ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വലിയ റിസ്ക് ഒന്നും എടുക്കാത്ത ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ 5 ഇയർ റിട്ടേൺസ് ചിലപ്പോൾ 12-15% വരെ ആയേക്കാം. മിനിമം നിങ്ങൾ 12% പ്രതീക്ഷിക്കുക. ചിലപ്പം 15 കിട്ടിയേക്കാം. 15% ആണ് റിട്ടേൺ എങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 5 വർഷത്തിൽ ഇരട്ടിയാവും. നിങ്ങൾക്ക് പ്യുവർ ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ടെങ്കിൽ അതിനും സൊല്യൂഷൻ ഉണ്ട്. ഹൈബ്രിഡ് ഫണ്ട്സ് ആണ് അതിൻ്റെ സൊല്യൂഷൻ. ഹൈബ്രിഡ് ഫണ്ട്സിൽ 65% അതിന് മുകളിലോ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സും ഉണ്ട്. 35% അല്ലെങ്കിൽ വെറും 25% മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സ് ഉണ്ട്. ഹൈബ്രിഡ് ഫണ്ട്സിൽ ആവശ്യമുള്ളപ്പോൾ മാർക്കറ്റ് നല്ല റിസ്ക്കിലാണെങ്കിൽ ഇക്വിറ്റി, അതായത് ഷെയർസിൽ ഒട്ടും ഇൻവെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് മാത്രം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഹൈബ്രിഡ് ഫണ്ട്സും ഉണ്ട്. ഹൈബ്രിഡ് ഫണ്ട്സിൽ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ്, ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്സ്, മൾട്ടി അസറ്റ് ഫണ്ട്സ് ഇവയൊക്കെയാണ് നീണ്ട കാലയളവിന്, അതായത് 2-3 കൊല്ലമോ അതിന് മുകളിലോ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇതാണ് നല്ല ഓപ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടി അസറ്റ് ഫണ്ട്സ് ഇന്ത്യൻ കമ്പനീസിൻ്റെ ഷെയർസ് കൂടാതെ ഫോറിൻ കമ്പനീസിൻ്റെ ഷെയർസിലും ഗോൾഡിലും സിൽവറിലും അതുപോലെ ക്രൂഡ് അല്ലാതെ മറ്റ് കമ്മോഡിറ്റീസിലും റീറ്റ്സിലും ഇൻവിറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഒരു സിംഗിൾ ഫണ്ട് കൊണ്ട് നമുക്ക് കിട്ടും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അസറ്റ് ക്ലാസ്, അതായത് ഗോൾഡ്, ഡെറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഇക്വിറ്റി, ഇതിൻ്റെ എല്ലാ അംശവും ഒരു മൾട്ടി അസറ്റ് ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഈ പറഞ്ഞ ഹൈബ്രിഡ് ഫണ്ട്സിൽ 10-12% വരെ ആനുവലൈസ് റിട്ടേൺ കിട്ടും. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സിലും ഈവൻ ബാക്കിയുള്ള ഹൈബ്രിഡ് ഫണ്ട്സിലും മാർക്കറ്റ് നല്ല അനുകൂലമാണെങ്കിൽ, അതായത് ഒരു 4-5 വർഷം നല്ല കയറ്റത്തിലോട്ടാണ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ഈ 12% കവിഞ്ഞും ചിലപ്പം റിട്ടേൺ കിട്ടിയേക്കാം.